ഒരു വില്ലനായി മാറിയിരിക്കുന്നത് ഇത്രയും സുന്ദരനായ വേറൊരു വില്ലൻ എവിടെ കിട്ടും അല്ലേ? So here we have Ajmal Ahmed. Ajmal, how are you doing? How's life? All good, very good. All good? Okay, എങ്ങനെയായിരുന്നു നമ്മുടെ തങ്കമണി എക്സ്പീരിയൻസ്? ആൻഡ് ആ ഒരു ഷോട്ട് യു ലുക്കിംഗ് സോ ഗുഡ്. ഒരു കുറച്ച് ഡിഫറെന്റ് ലുക്ക് കൂടെ ആണെന്ന് തോന്നുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രൊഫസർ ഇവിടെ എല്ലാവർക്കും ജോൺ കാലിക്കറ്റ് ഇവിടെ പോകാൻ തങ്കമണിയിൽ ഞാൻ വളരെ ചെറിയൊരു റോളാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ എങ്കിലും ഈ സിനിമ എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. വേറൊന്നുമല്ല, എൻ്റെ 3 വലിയ ലക്ക് ഫാക്ടേഴ്സ് ഉള്ള സിനിമയാണ് തങ്കമണി. ആദ്യം നമ്മുടെ പ്രിയപ്പെട്ട ദിലീപേട്ടൻ, ഞങ്ങളുടെ ആലുവാക്കളുടെ അഭിമാനം. നമ്മളൊക്കെ ഒരുപാട് ചിരിപ്പിച്ചും എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിച്ചും നമ്മളുടെയൊക്കെ ആയുസ് ഒരുപാട് കൂട്ടിത്തന്ന നമ്മൾ സ്വന്തം ദിലീപേട്ടൻ്റെ കൂടെ 3ാമത്തെ സിനിമയാണ്. ആദ്യം അരികെ, 2 Countries, പിന്നെ ഇപ്പോൾ തങ്കമണി. ഈ 2 സിനിമയും ദിലീപേട്ടൻ സ്റ്റേജ് സെറ്റാക്കി വെച്ചിരിക്കുന്ന പെൺപിള്ളേരെ അടിച്ചോട്ട് പറയുന്ന പരിപാടി. അരികയിൽ സമരദാസിലാണെങ്കിൽ 2 Countries ഇഷ്ടമാണ്. പക്ഷേ ദിലീപേട്ടൻ്റെ ക്യാരക്ടർ പ്രേക്ഷകരൊക്കെ എങ്ങനെയെങ്കിലും ദിലീപേട്ടൻ തലയിൽ പോയിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന സമയത്താണ് ഞാൻ സേവിയറായിട്ട് അടിച്ചിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് എന്നോട് വെറുപ്പില്ല, സന്തോഷം. പിന്നെ ഇതിൽ സൂപ്പർ ഗുഡ് ഫിലിംസിൻ്റെ 3ാമത്തെ സിനിമയിലാണ് ഞാനിപ്പോൾ അഭിനയിക്കുന്നത്. ഇതിൽ മുന്നേ തെലുങ്ക് ഓഡിയൻസിന് എന്നെ പരിചയപ്പെടുത്തിയത് സൂപ്പർ ഗുഡ് ഫിലിംസ് ആണ്. രംഗം എന്നൊരു വലിയ സിനിമ, തൊട്ട് പുറകെ രക്ഷ, ഇപ്പോൾ തങ്കമണി. ഈ സിനിമയിലേക്ക് ഞാൻ വരാനുള്ള പ്രധാന കാരണം സുജിത്തേട്ടനാണ്. സുജിത്തേട്ടൻ പാപ്പൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിരുന്നു. പാപ്പൻ ഭയങ്കര ഹിറ്റായിരുന്നു. പാപ്പൻ്റെ ഫാക്ടർ നീതാപ്പള്ളി എവിടെയുണ്ട്, വലിയ ഒരു ആക്ട്രസ് ആകാൻ പോകുന്ന കുട്ടിയാണ് നീത. അപ്പോൾ ഈ സിനിമയിലൂടെ നമ്മുടെ രതീഷ് എന്ന ഡയറക്ടറും പ്രണീതയും ഒക്കെ എൻ്റെ അടുത്ത ലക്ക് ഫാക്ടറാകാൻ പോകുന്നു ഞാൻ വിശ്വസിക്കുന്നു. മാർച്ച് മാസം എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മാസം കൂടി ആകാൻ പോകുകയാണ്. കാര്യം ഞാൻ നായകനായി രാം ഗോപാൽ വർമ്മ ഡയറക്റ്റ് ചെയ്യുന്ന വ്യൂഹം എന്ന തെലുങ്ക് സിനിമ ജഗൻമോഹൻ റെഡ്ഡിയായി ഇപ്പോഴത്തെ ആന്ധ്ര CM ഞാൻ അഭിനയിക്കുന്ന സിനിമ മാർച്ച് 1 റിലീസ് ആവുകയാണ്. ഇപ്പോൾ തങ്കമണി 7th. സോ നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥനയും അനുഭവമൊക്കെ എപ്പോഴും ഉണ്ടാവും. അന്യ ഭാഷയിൽ നായകനായിട്ട് ചെയ്യുമ്പോൾ ഞാനിവിടെ ഒന്ന് ചെറിയ വേഷമായിട്ട് പ്രധാന റീസൺ മലയാളി പ്രേക്ഷകർ എന്നെ വിട്ട് പോകില്ല എന്നുള്ള ഒരു കാരണം കൊണ്ടും ഒരുപാട് മലയാള സിനിമകൾ ചെയ്യാനുള്ള കൊതിയോടുകൂടി തന്നെയാണ്. സുദേവ്, ഐ തിങ്ക് യു ഹാവ് ലെഫ്റ്റ്. ഐ റിയലി വാണ്ട് ടു കൺഗ്രാറ്റുലേറ്റ് ഹിം ഫോർ ഹിസ് വെഡിങ്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ ബ്രോ, ഒരുപാട് മലയാള സിനിമകളിൽ കാണാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അഭിനയിക്കാൻ എനിക്കും ആഗ്രഹമുണ്ട്. അപ്പൊ ഈ ദുഷ്ടനൊക്കെ ഒരുപാട് വിളിച്ചു വിളിച്ചിരിക്കും, മതിയായി ഫോൺ പോലും എടുക്കൂല. ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, എനിക്കും ഒരുപാട് ആഗ്രഹമുണ്ട്. ലിസ്റ്റർ എനിക്ക് ആഗ്രഹമില്ല. Anyway, just kidding. So thank you a lot, Ajmal, for joining us. I wish you all the best for all these movies coming. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.